നമസ്കാരം. ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ധർമ്മരാജ സീരീസിലെ 24ാമത് അധ്യായം. കഥ പറയുന്നത് സന്തോഷ്. കേശവപിള്ള കളപ്രാക്കോട്ട തമ്പിയുടെ കുടുംബത്തെ ശപിച്ചിറങ്ങിപ്പോന്നിട്ട് 13 വർഷവും 4 മാസവും കഴിയുന്നു. പക്ഷേ ഇതുവരെ ശാപമൊന്നും ഫലിച്ചിട്ടില്ല. പൂർവാധിക മഹത്വത്തോടെ തറവാട് നിലനിന്നു. ഹരിപഞ്ചാനന്ദ യോഗീശ്വര ദർശനം കഴിഞ്ഞ് കളപ്രാക്കോട്ട എത്തിയ തമ്പിയെ ദൃഷ്ടിദോഷവും നാവിൻ ദോഷവും ബാധിക്കാതിരിക്കാൻ താലത്തിൽ കുരുതിയും വിളക്കുമായി അരത്തമ്മപിള്ള തങ്കച്ചിയും തോഴിയും വെളിയിലേക്ക് വന്നു. തോഴിയായ മന്ത്രവാദിനി ഒറ്റ നോട്ടത്തിൽ ഒരു യക്ഷിയുടെ ആകൃതിയും പ്രകൃതിയും ഉള്ളവളായിരുന്നു. പടത്തലവന്റെ നിർദ്ദേശപ്രകാരം പുതിയ വേഷം സ്വീകരിച്ച് കളപ്രാക്കോട്ടയിലെ വിവരങ്ങൾ അറിയുന്നതിനെത്തിയ പവതിക്കൊച്ചിയായിരുന്നു മന്ത്രവാദിനി. തമ്പി എത്തുന്നതിന് മുമ്പ് തന്നെ കളപ്രാക്കോട്ടയിലെത്തി അരത്തമ്മപിള്ള തങ്കച്ചിയെ പാട്ടിലാക്കി. ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന ഒരു ജോലിയും അവർ തന്നെ ഏറ്റെടുത്തു. അന്നത്തെ സദ്യയുടെ വിഭവങ്ങളൊക്കെ തമ്പിക്ക് നന്നേ പിടിച്ചു. ഭക്ഷണം കഴിഞ്ഞ് സന്തുഷ്ടനായ തമ്പി തങ്കച്ചിയുമൊത്ത് വിശ്രമിച്ചു. തിരുവനന്തപുരത്തെ വിശേഷങ്ങളൊക്കെ തമ്പി ഭാര്യയെ അറിയിച്ചു. യോഗീശ്വര വാടത്തിൻ്റെ മനോഹാരിത, അണ്ണാവയ്യൻ്റെ വധം, കേശവൻകുഞ്ഞിൻ്റെ തിരോധാനം, ഉമ്മിണിപ്പിള്ളയുടെ കൊലപാതകം എല്ലാം വിശദമായി അറിയിച്ചു. പക്ഷേ ഇക്കാര്യങ്ങൾ മിക്കവാറും തങ്കച്ചിയുടെ തോഴി അവരോട് നേരത്തെ പറഞ്ഞിരുന്നു. നീട്ടെഴുത്ത് ജോലിക്കാരൻ ഒരു കേശവപിള്ളയാണ് പാവം ഉമ്മിണിപ്പിള്ളയെ നാരായം കുത്തിയിറക്കി കൊന്നത്. കേശവൻ എന്ന പേര് ഉച്ചരിക്കുന്നത് പോലും തങ്കച്ചിക്ക് ഇഷ്ടമല്ല. ഭഗവതിയമ്മ ഈ തക്കം നോക്കി അവരുടെ സംഭാഷണത്തിൽ ഇടപെട്ടു. മഹാരാജാവിൻ്റെ ഉദാരമായ ദാനബുദ്ധിയെ അവർ പ്രകീർത്തിച്ചു. അത് കേട്ടിട്ട് തമ്പിക്ക് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. ഒന്നുമില്ല. അയാൾക്ക് മഹാരാജാവിനോട് യാതൊരു വിരോധവും ഉള്ളതായി അവർക്ക് തോന്നിയില്ല. പടത്തലവൻ്റെ നിഗമനം ശരിയല്ല എന്നവർ തീരുമാനിച്ചു. കളപ്രാക്കോട്ടയിലെ പ്രേതബാധകളെയൊക്കെ ഉച്ചാടനം ചെയ്യാമെന്ന് പവതിക്കൊച്ചി ഏറ്റു. ആഭിചാരക്രിയകളിൽ നിപുണയാണല്ലോ അവർ. തമ്പിക്കും അത് കൊള്ളാമെന്ന് തോന്നി. ഇനി രാജസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഐശ്വര്യത്തിന് കോട്ടമൊന്നും ഉണ്ടാകരുത്. കളപ്രാക്കോട്ടയിലെ സകല അറകളും പരിശോധിച്ചു. എന്നിട്ടും അവർ കേശവൻകുഞ്ഞിനെ അവിടെങ്ങും കണ്ടെത്താനായില്ല. പടത്തലവന്റെ സംശയം അടിസ്ഥാനരഹിതം എന്ന് പവതിക്കൊച്ചി മനസ്സിലാക്കി. യോഗീശ്വരനാണ് തമ്പിയുടെയും കളപ്രാക്കോട്ടയുടെയും രക്ഷാമൂർത്തി എന്ന് പരിചാരകരിൽ നിന്ന് ഭഗവതിയമ്മ മനസ്സിലാക്കിയിരുന്നു. തമ്പി പടകൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞതും ശരി തന്നെ. താൻ പാട്ടിലാക്കിയ പരിജനങ്ങൾക്കൊന്നും കേശവൻകുഞ്ഞിനെ കളപ്രാക്കോട്ടയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നറിയാൻ വയ്യ. യോഗീശ്വരൻ കളപ്രാക്കോട്ടയിലെ പടക്കളരി സന്ദർശിച്ചു എന്ന് വ്യക്തമായി. തമ്പി പലർക്കും ആജ്ഞകൾ കൊടുക്കുന്നതും ധനം കരുതി വയ്ക്കുന്നതും ധാരാളം ചെലവ് ചെയ്യുന്നതും ഭഗവതിയമ്മ ശ്രദ്ധിച്ചു. വീട്ടിൽ കാഷായ വസ്ത്രക്കാരുടെ എണ്ണം പെരുകി വന്നിരുന്നു. അവർക്കെല്ലാം ഭക്ഷണം നൽകുന്നുണ്ട്. ചിലപ്പോൾ തമ്പി മുസ്ലിം സേനാധിപന്റെ വേഷം ധരിച്ച് യോഗീശ്വരൻ സമ്മാനിച്ച വാൾ അരയിലെ ചുറ്റിക്കെട്ടിൽ തിരികെ ഉലാത്തുന്നത് കാണാം. ഭാവിയിലേക്കൊരു പരിശീലനമായിരിക്കാമെന്ന് വിചാരിച്ചു ഭഗവതിയമ്മ. പക്ഷേ എന്തിനു വേണ്ടി വന്നുവോ ആ കാര്യം സാധിക്കുന്നില്ലല്ലോ എന്നൊരു ദുഃഖം അവർക്ക് അവശേഷിച്ചു. കന്യാകുമാരി മുതൽ സകല പ്രദേശങ്ങളും അരിച്ചു പെറുക്കിയിട്ടും കേശവൻകുഞ്ഞിനെ പറ്റി യാതൊരു വിവരവും കിട്ടിയില്ല. ഒരു ദിവസം സന്ധ്യയോടടുത്ത സമയം ഒരു കാവ്യവസ്ത്രക്കാരൻ ഓടിക്കിതച്ചെത്തി തമ്പിയെ എന്തോ ഗൗരവതരമായ കാര്യം അറിയിച്ചു. തൽക്കാലം ഉണ്ടാകാവുന്ന മഹാവിപത്തിൽ കുലുങ്ങാതെ തന്നെ വിശ്വസിച്ച് കാത്ത് മരുത്വാൻഗിരിയിൽ അല്പകാലം ഭജനം ചെയ്ത് കഴിഞ്ഞുകൂടാനുള്ള യോഗീശ്വരന്റെ ഉപദേശമാണ് തമ്പിക്ക് കിട്ടിയത് എന്ന് ഭഗവതിയമ്മ ഒളിഞ്ഞു നിന്ന് കേട്ടു. ആപത്തെന്താണെന്ന് ദൂതൻ അറിയില്ല. തമ്പി നിരുത്സാഹനായി കട്ടിലിൽ ചെന്ന് വീണു. രാജ്യഭരണം നടത്തുന്ന ബുദ്ധികേന്ദ്രം സദാ ജാഗരൂകമാണ്. അതിൻ്റെ ഗതിവിഗതികൾ പലപ്പോഴും ദുരൂഹവുമായിരിക്കും. മഹാരാജാവിൻ്റെ മന്ത്രിസഭയിൽ ചിലമ്പിനകം കളപ്രാക്കോട്ട എന്നീ തറവാടുകളെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. കളപ്രാക്കോട്ട ഉടനെ തന്നെ കുളം തോണ്ടി സ്വത്തുക്കൾ സകലതും രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടാൻ ഉത്തരവായിരിക്കുന്നു. യോഗീശ്വരൻ അതറിഞ്ഞിട്ട് തമ്പിയെ വിവരമറിയിക്കുകയാണ് ഉണ്ടായത്. തങ്കച്ചിയുടെ അമ്മാവനായ ജനറൽ കുമാരൻ തമ്പി വഴി അവരുടെ തറവാടായ തലവർകുളത്തും വിവരമെത്തി. തമ്പിയുടെ മൗനത്തിനും നിരാശയ്ക്കും കാരണമെന്തെന്ന് തങ്കച്ചി അന്വേഷിച്ചിട്ട് ഫലമുണ്ടായില്ല. പെണ്ണുങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്ന നിലപാടാണ് തമ്പി അനുവർത്തിച്ചത്. ചെറിയൊരു മനോദുഃഖം മാത്രമേ ഉള്ളൂ എന്നും അതിനാരുടെയും സാന്ത്വനമൊന്നും വേണ്ടെന്നും അയാൾ ഭാര്യയോട് പറഞ്ഞു. എന്നാലും തങ്കച്ചി വിട്ടില്ല. എത്ര ഗൗരവം ഭാവിച്ചാലും തമ്പിയെ തങ്കച്ചിക്കറിയാം. സാരമായ എന്തോ പ്രശ്നമുണ്ട്. അവർ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു. തങ്കച്ചി പലപ്പോഴും യോഗീശ്വരനെ ദുഷിച്ചതിൻ്റെ ഫലം കിട്ടിയെന്ന് അയാൾ പറഞ്ഞു. തങ്കച്ചിയെ കുറ്റക്കാരിയാക്കിയതിൽ പരിഭവിച്ച് അവർ തമ്മിൽ വാക്കേറ്റമായി. സ്വാമിയാണ് എല്ലാത്തിനും കാരണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു തങ്കച്ചി. തമ്പിയാകട്ടെ തങ്കച്ചിയുടെ തറവാടിനെ കുത്തി പറഞ്ഞു. അവർ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഭാണ്ഡം കെട്ടി. സ്വന്തം ഭാര്യ അറിയാതെ സ്വാമിയുമായി ചേർന്ന് ഗൂഢാലോചനകൾ നടത്തുന്നത് നല്ലതല്ല. പടക്കളരിയിലെ ചില തയ്യാറെടുപ്പുകൾ കണ്ടപ്പോൾ എതിർത്തതിൻ്റെ പേരിൽ എല്ലാ സംഗതികളും തങ്കച്ചിയിൽ നിന്ന് ഒളിച്ചു വെച്ചു തമ്പി. ഇപ്പോൾ കണ്ടില്ലേ, ഒന്നും മഹാരാജാവിന് വേണ്ടിയല്ലായിരുന്നു, സ്വാമിക്ക് വേണ്ടിയായിരുന്നു ഓട്ടവും പാച്ചിലും ഒരുക്കവും നടത്തിയത്. ഇതിനൊന്നും തന്നെ കിട്ടില്ലെന്ന് തങ്കച്ചി പറഞ്ഞു. തമ്പി എന്നിട്ടും ഗൗരവം വിടാതെ നിന്നു.
എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. ഇതിനിടെ തലവർകുളത്ത് നിന്ന് തങ്കച്ചിയുടെ അമ്മാവൻ 1-2 മേനാവും ആൾക്കാരുമായി എത്തി. കാരണവർ മനോവിഷമം കൊണ്ട് അകത്ത് കയറാതെ മുറ്റത്തുലാത്തിയതേ ഉള്ളൂ. എന്നിട്ടും തമ്പി ഉള്ളിൽ നിന്ന് വെളിയിൽ വരികയോ കാരണവരെ സ്വീകരിക്കുകയോ ചെയ്തില്ല. കാരണവർ ഒടുവിൽ തൻ്റെ തറവാട്ടു മഹിമയെ മറന്ന് വീട്ടിനുള്ളിലേക്ക് കിടന്ന് ഒരു തൂണ് ചാരിയിരുന്നു. തങ്കച്ചി എത്തി വാതിൽ മറവിൽ നിന്നു. തമ്പിയോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കാതെ കാരണവർ തങ്കച്ചിയോട് പറഞ്ഞു, ഒളിച്ചു കളിപ്പാനല്ല ഇപ്പം നേരം. പടത്തലവ് ചമഞ്ഞിരുന്നാലെ കൊണ്ട് മാനം കെട്ടുപോകും. മേനാവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരെ പെറുക്കിയിട്ടുണ്ട് മുമ്പേ നട, ഞാൻ പിറകെ വരാം. തമ്പി അത് കേട്ട് പ്രകോപിതനായി കാരണവരോട് പറഞ്ഞു, മൂത്തോരെന്നും മറ്റും വെച്ച് അത്ര കയറി അപ്രപ്പെടണ്ട. യവനിവിടെ തടി പോലെ ഇരിക്കുമ്പം യവൻ്റെ കൂടി പൊറുക്കണ പെണ്ണും പിള്ളയെ ഇറങ്ങുന്ന കുറിപ്പാൻ ഇങ്ങേർക്കെന്ത് കാര്യം? ഇതെവിടെ കേട്ട ന്യായം? ഏത് ജാതിക്കെടുത്ത മറ? കാരണവർ പറഞ്ഞു, തലപ്പടവന്മാരെടുത്ത് മല്ലിടാൻ നാം ആളല്ല. ശേഷക്കാരി പെണ്ണിനെ മാനമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് കാര്യമുണ്ട്. അത് പൊല്ലാപ്പെങ്കിൽ 4 പേർ പറയട്ടെ. തൻ്റെ കൂടെ പുറത്തതും കോരിവാരി കൂട്ടിയതും മതി. കൊച്ചു തമ്പി എഴുതി അയച്ചപ്പോൾ കുറവായിപ്പോയി. അവൻ അശു. അവൻ്റെ അടുത്തെടുത്ത മുറയൊന്നും നമ്മുടെ അടുത്തെടുത്താലുണ്ടല്ലോ. പെണ്ണെ, ഈ കോട്ട നാളെ പൊഴുതിന് ശിവനെ കുളം കൊരിപ്പോവും. കൽപ്പന. അരുളിന് എതിരരുൾ ഏത്? തമ്പി പറഞ്ഞു, യവൻ്റെ കോട്ട കുളം കൊരിയാൽ നിങ്ങളുടെ മനപ്പടി തുറന്ന് ഒരു ചേക്ക തരണ്ട. കാരണവർ അനന്തരവളോട് വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു. കൽപ്പന കല്ലേ പിളർക്കുമെന്ന് അയാൾ മരുമകളെ ഉപദേശിച്ചു. അയാൾ എവിടെങ്കിലും പോട്ടെ, പിള്ളേരെ കൊണ്ട് വേഗം ഇറങ്ങണം. തമ്പി പറഞ്ഞു, ഈ കോട്ടയ്ക്കകത്ത് കയറി ഉന്താനും തള്ളാനും വരുന്നവരാര്? ഇവൻ അരുളിയിട്ടുള്ള കൽപ്പനയ്ക്ക് മേൽ കൽപ്പന ഏത്? പടക്കോപ്പിട്ടെങ്കിൽ അതിന് തക്ക പിടിപാടും കാണും. കൊക്കി പതപ്പുള്ള പ്രാണി ഒന്ന് ഇതിനകത്ത് ഏശുമോ? കാണാം. എൻ്റെ മണ്ടക്കാട്ടു ദേവി! കാരണവർ നിലവിളിച്ചു. സംഗതി എന്തോ ഗൗരവമുള്ളതാണെന്ന് അപ്പോൾ തമ്പിക്ക് തോന്നി. യോഗീശ്വരൻ അറിയിച്ചതിൻ്റെ സൂചന ഇതായിരിക്കണമെന്ന് തമ്പി ചിന്തിച്ചു. അദ്ദേഹവും കൈവിട്ടിരിക്കുന്നു. ഭാര്യയോട് പറഞ്ഞു, ഇനി നിങ്ങൾ മാമനാരായി മരുമകളായി. എൻ്റെ കൂടിയുള്ള പൊറുതി മുകിച്ചായല്ലോ. തങ്കച്ചിയുടെ നിലവിളിയും പ്രാർത്ഥനയും ഒന്നും കേൾക്കാതെ തമ്പി പരിചാരകരോട് പറഞ്ഞ് സ്വന്തം മേനാവുകൾ ഇറക്കിച്ചു. ഭാര്യയെയും കുട്ടികളെയും തലവർകുളത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഉത്തരവ് കൊടുത്തു. അതുവരെ താനാണ് ഭർത്താവിനേക്കാൾ വലിയവൾ എന്ന് വിചാരിച്ചിരുന്ന തങ്കച്ചി താണു. അവർ യാചിച്ചു, പിള്ളേര് കൂടി പോട്ട്. നന്മയ്ക്കും തിന്മയ്ക്കും വേൾച്ച കൂറി വന്നതുപോലെ വലിമയ്ക്കും എളിമയ്ക്കും ഇവളയെ കൂട്ട്. എന്നിട്ട് അമ്മാവനോടായി പറഞ്ഞു, അമ്മാവൻ പിള്ളേരെയും കൊണ്ട് പോകണം. ഞാനെടുത്ത കുടം മാനമായി കൊണ്ടിറക്കട്ട്. തങ്കച്ചിയുടെ നിലപാട് കുടുംബ മഹിമയ്ക്ക് ചേർന്നതാണെന്ന് വിചാരിച്ച് കാരണവർ പിന്നെ അവരെ നിർബന്ധിച്ചില്ല. തമ്പി പലപ്രകാരം തങ്കച്ചിയെ നിർബന്ധിച്ചു തൽക്കാലം തലവർകുളത്ത് താമസിക്കാൻ. എന്നാൽ മനസ്വിനിയായ അവർ കൂട്ടാക്കിയില്ല. നിഷ്കളങ്കനായ തമ്പിയെ അവർ പ്രേമപൂർവ്വം തടവി. കുട്ടികളെയും ജംഗമ സാധനങ്ങളുമായി കാരണവർ യാത്രയായി. തമ്പിയും ഭാര്യയും ഏതാനും ഭൃത്യരും അവിടെ തങ്ങി. ഭഗവതിയമ്മ കയ്യിൽ കിട്ടിയ ചില സാധനങ്ങളുമായി 1-2 പരിചാരകരും കൂട്ടി ഹരിപഞ്ചാനന്ദന്റെ സങ്കേതമായ മരുത്വാമല ലക്ഷ്യമാക്കി ആ രാത്രി തന്നെ നടന്നു. കുലീനതയിലെ ജീവധനങ്ങളിലും വലുതായി കണ്ടിരുന്ന കുഞ്ചുതമ്പി വീട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. രാജകൽപ്പനയ്ക്കെതിരായി നിന്ന് കളപ്രാക്കോട്ടയെ രക്ഷിക്കാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞ് തമ്പിയുടെ സേനാനായകന്മാരിൽ പ്രധാനികൾ പിരിഞ്ഞുപോയിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ കളപ്രാക്കോട്ട പടനിലത്തിലെ പടവീടുകളും കൽമണ്ഡപങ്ങളും എല്ലാം നിലംപൊത്തി. തെക്കൻ തിരുവിതാംകൂറിന്റെ സർവാധികാരിക്കാർ കാര്യക്കാരോടും പട്ടാളക്കാരോടുമൊപ്പം എത്തിയിരിക്കുന്നു. കരിവീരന്മാർ കവാടങ്ങളും 4 കെട്ടും ഇടിച്ചു നിരത്തി. സർവാധികാരിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ തമ്പി തലതാഴ്ത്തി സമീപമെത്തി. ഉടുതുണിയുടെ തുമ്പുകൊണ്ട് മുഖം മറച്ച് പിന്നാലെ തങ്കച്ചിയും എത്തി. മനസ്താപത്തോടെ സർവാധികാരിക്കാർ ആ കാഴ്ച കണ്ട് താടിക്ക് കൈകൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം മഹാരാജാവിൻ്റെ ഉത്തരവ് വായിച്ചു കേൾപ്പിച്ചു. കളപ്രാക്കോട്ടയിലെ സകല സ്വത്തുക്കളും രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടി. തമ്പിയെ ഇറക്കിവിട്ട് കുടുംബം നിന്നിടം കുളം കോരുകയും ചെയ്തു. കളപ്രാക്കോട്ട എന്ന പേര് മാത്രം ആകാശത്തിൽ നിന്നു. മറ്റു യാതൊരടയാളവും ശേഷിച്ചില്ല. തൻ്റെ ഭവനം മണ്ണോട് മണ്ണാകുന്നത് കണ്ടുനിന്ന തമ്പിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ തങ്കച്ചി പാടുപെട്ടു. ഇനി എങ്ങോട്ടപ്പി? ദുർബലനായ തമ്പി ഭാര്യയോട് ചോദിച്ചു. അരശർവര കടലിരിക്കെ മനം കലങ്ങാൻ കാര്യമെന്ത്? രാജാക്കന്മാരൊന്നും എത്താത്ത കടലുണ്ടല്ലോ, പിന്നെ പേടിക്കാൻ എന്തിരിക്കുന്നു എന്നായിരുന്നു ചോദ്യം. മരുത്വാമലയിലേക്ക് തമ്പി നടന്നു തുടങ്ങി. അപ്പോഴും ഹരിപഞ്ചാനനിൽ വിശ്വാസം പാവത്തിന് നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പല ഗൃഹസ്ഥന്മാരും അവരെ സ്വീകരിക്കുന്നതിന് സന്നദ്ധരായിരുന്നെങ്കിലും ക്ഷണം സ്വീകരിച്ചില്ല. നൂറ്റാണ്ടുകളായി കളപ്രാക്കോട്ടയുടെ മുഖമുദ്രയായിരുന്ന പടക്കളം ശ്മശാന ഭൂമി പോലെ കിടക്കുന്നു. കൽമണ്ഡപം സ്ഥിതി ചെയ്യുന്ന തറയിൽ വീണിരുണ്ട് തമ്പി നിലവിളിച്ചു. വിശ്വസ്തരായ ചില പരിചാരകർ അത്യാവശ്യമുള്ള ചില സാധനങ്ങളുമായി തങ്കച്ചിയുടെയും തമ്പിയുടെയും പിന്നാലെ നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെയ്തു പോയ ഒരു അപരാധത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് സന്തോഷിച്ചു. ഭക്ഷണത്തിന് വന്നിരുന്ന ബാലനെ തവി കൊണ്ടടിച്ച് തല പൊട്ടിച്ചു.
അവൻ നിലവിളിച്ചില്ല. പക്ഷേ അവൻ്റെ ശവം അക്ഷരാർത്ഥത്തിൽ തങ്കച്ചി മുന്നിൽ കണ്ടു കഴിഞ്ഞു. കളപ്രാക്കോട്ട ഭവനം കുളം തോണ്ടപ്പെട്ടു. നിഷ്കളങ്കമായി അവർ പശ്ചാത്തപിച്ചു. മരുത്വാമനയിലേക്ക് തിരിച്ച ഭഗവതിയമ്മ അവിടെ എത്തി സന്യാസിമാർ താമസിക്കുന്ന ഗുഹകൾ അന്വേഷിച്ച് നടന്നു. അടച്ചുപൂട്ടിയിരുന്ന ഒരു മണ്ഡപം കണ്ടു. അത് തുറക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. എന്ത് ചെയ്യേണ്ടു എന്നറിയാതിരിക്കുമ്പോൾ ഭീമാകാരനായ ഒരാൾ മുൻപിൽ. ഭഗവതിയമ്മ വിചാരിച്ചു അത് കളപ്രാക്കോട്ട തമ്പിയാണെന്ന്. പക്ഷേ അത് വൃദ്ധസിദ്ധനായിരുന്നു. അയാൾ മണ്ഡപത്തിൻ്റെ പൂട്ട് പൊളിച്ചു. ഭഗവതിയമ്മ ആസന്ന മരണനായി കിടക്കുന്ന കേശവൻ കുഞ്ഞിനെ അകത്ത് കണ്ടു. ജീവനുണ്ടെന്ന് ബോധ്യമായപ്പോൾ ഭഗവതിയമ്മ പുറത്തുപോയി ചില പച്ചമരുന്നുകൾ ശേഖരിച്ച് ചികിത്സകൾ ചെയ്തു. അതോടെ കേശവൻ കുഞ്ഞ് കണ്ണു തുറന്നു. ഒന്നാമത്തെ ഭാഗത്ത് നടന്ന ഒരു സംഭാഷണത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് 24ാമത്തെ ഭാഗത്തിലാണ് നടക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ ബെസ്റ്റ് പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേശവൻ കുഞ്ഞിനെ വീണ്ടും കണ്ടെത്തി കേശവൻ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നുറപ്പായി. താങ്ക്സ് ടു ഭഗവതി കൊച്ചി. ഈ എപ്പിസോഡിൽ ഇതുവരെ യോഗീശ്വരൻ വന്നില്ല. മച്ചാനിനി എന്തൊക്കെ പ്ലാനാണോ ഉണ്ടാക്കുന്നത് അത് വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. സോ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. ബൈ ബൈ.